വളരെ സന്തോഷകരമായൊരു വാർത്ത ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് കോഴിക്കോട് ഫറൂഖ് സ്വദേശിയായ നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുൾ റഹീം ഇപ്പോൾ തിരികെ വരാൻ പോവുകയാണ്. വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കി അബ്ദുൾ റഹീമിൻ്റെ വരവും കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കുടുംബം. കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിന് 1.5 കോടി റിയാൽ ഇന്നലെ കൈമാറിയിരുന്നു. അബ്ദുൾ റഹീമിൻ്റെ മാതാവ് ഫാത്തിമ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ഈ സന്തോഷ വാർത്ത ഇന്നലെ തന്നെ ഫാത്തിമ ഉമ്മയെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാത്തിമ ഉമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫാത്തിമ ഉമ്മ, നമസ്കാരം. ഫാത്തിമ ഉമ്മ, ചായയൊക്കെ കുടിച്ചോ? സന്തോഷമായല്ലോ അല്ലേ? ഉമ്മ, അബ്ദുൾ റഹീം തിരിച്ചു വരുമ്പോൾ എല്ലാവരും അതിനെ കാത്തിരിക്കുകയാണ്. ഉമ്മയെ അവസാനം അബ്ദുൾ റഹീം കണ്ടതെന്താ? ഇവിടെ നാട്ടിൽ നിന്ന് പോകുമ്പോഴാണല്ലോ. എത്ര വർഷം മുമ്പാണ് ഉമ്മയെ അബ്ദുൾ റഹീം കണ്ടത് തിരിച്ചു പോകുമ്പോൾ? കുറേ നാളായില്ലേ? 18 കൊല്ലായി. 18 കൊല്ലായി പോയിട്ട്. ഇടയ്ക്കിടയ്ക്ക് അബ്ദുൾ റഹീമിനെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാ, എത്രയുണ്ട് സന്തോഷം? കഴിഞ്ഞില്ല. ഒന്ന് കാണട്ടെ, അത്രയും സന്തോഷം ഉണ്ടാവും എൻ്റെ കുട്ടി. അത് പറഞ്ഞാൽ കാണട്ടെ. അബ്ദുൾ റഹീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? അതാണോ തിരിച്ചു വരുമ്പോൾ ഉമ്മ കരുതി വയ്ക്കാൻ പോകുന്നത്? ഭക്ഷണം കൊടുക്കണ്ടേ? വന്ന് കാണട്ടെ, വന്ന് കണ്ടിട്ടല്ലേ ഭക്ഷണം കൊടുക്കല്. ഇത്തിരി പെട്ടെന്ന് വന്ന് കിട്ടട്ടെ എൻ്റെ കുട്ടിക്ക്. ഉടനെ വരും. എന്താണ് ഉമ്മയോട് ആൾക്കാർ പറഞ്ഞത്? എന്ന് വരുമെന്നാണ് ഉമ്മയോട് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത്? എന്നൊന്നുമില്ല. അന്ന് പറഞ്ഞത് 1 മാസത്തിൻ്റെ ഉള്ളിൽ അറിഞ്ഞിനി ഇവിടുന്ന് പൈസ ഒക്കെ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ 3-ാം മാസമായി. ഇപ്പോൾ ഇന്നലെ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1 മാസത്തിനുള്ളിൽ പെട്ടെന്ന് എത്തി കിട്ടട്ടെ. 18 വർഷമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഫലം കണ്ടത്. ഉമ്മ, ഈ നമ്മുടെ ഈ അവിടെ വെച്ച് ഈ അബ്ദുൾ റഹീമിൻ്റെ ഈ സംഭവത്തിൽ മരിച്ചുപോയൊരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ ഉമ്മയോട് ഉമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ? അങ്ങനെ സംസാരിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലേ? പറയാനുണ്ടായിട്ട് ഇല്ല. ആ ബാലൻ്റെ, അതായത് നമ്മുടെ ഈ ഒരു അബദ്ധം സംഭവിച്ചു പോയ ആ കുഞ്ഞ് ഇല്ലാതെ പോയ ആ ഉമ്മയോട് ഫാത്തിമ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ കുട്ടിനാൽ ആ കുട്ടി എൻ്റെ ജീവൻ പോയി. അതിൽ അള്ളാഹിനോട് ശുക്ർ ചെയ്യല്ല, ഒന്നും പറയാനില്ല. അതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. എൻ്റെ കുട്ടിനാലാണല്ലോ ഇപ്പോൾ മരിച്ചത്. ഒരു കുട്ടി ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ കുട്ടിൻ്റെ കൈപ്പേവ് വന്നതല്ലേ. അള്ളാഹു പുറത്ത് തരട്ടെ, അമ്മക്ക് പുറത്ത് തരട്ടെ. ആ തള്ളക്കും അതിനോട് സബൂർ കൊടുക്കട്ടെ. ഒരു പെറ്റമ്മക്ക് എത്ര ദുഃഖം ഉണ്ടാവും. അള്ളാഹു കയറാക്കി തരട്ടെ നമുക്ക് എല്ലാവർക്കും. ഫാത്തിമ, ഈ അബ്ദുൾ റഹീം ഇങ്ങനെ ഈ ജയിലിലായി എന്നറിഞ്ഞപ്പോൾ ഫാത്തിമ ഒരുപാട് വിഷമിച്ച് കാണുമല്ലേ? അപ്പോഴൊക്കെ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ തിരിച്ചു വരാൻ പറ്റുമെന്ന്? തിരിച്ചു വരാൻ പറ്റുന്ന പോലെ ഇങ്ങനെ വധശിച്ചങ്ങനെ പറയും, ആക്കും, തല കൊയ്യും എന്നറിയാം. അതൊക്കെ ദ്വാ ചെയ്ത് അള്ളാഹു ഇത്രയും കാലം നിർത്തി തന്നു. എൻ്റെ കുട്ടി വന്ന് കാണാനുള്ള വിചാരിട്ട് ഇത്തിരി പെട്ടെന്ന് കഴിച്ചിലാക്കി തരട്ടെ. 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഉമ്മ, ഒരുപാട് പേര് ഉമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അബ്ദുൾ റഹീമിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഒരുമിച്ച് നിന്നു. ഇത്രയും വലിയ തുക വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരും കരുതിയില്ല അല്ലേ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന്? ഇല്ല, തുക കിട്ടൂല. അപ്പം എൻ്റെ കുട്ടിയുടെ തല പോകലെന്നാവും എന്നുള്ള ഉറപ്പിലാണ് ഞാൻ ജീവിച്ചത്. കിട്ടിയിട്ടില്ലെങ്കിൽ കുട്ടിയുടെ തല പോകലെന്നല്ലേ. പിന്നെ അള്ളാഹിനോട് ഞാൻ ശുക്ർ ചെയ്യാം. നാട്ടുകാരുടെ സഹായം കൊണ്ടല്ലേ. ഇവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് മാത്രം. ശരി ഉമ്മ, മനസ്സിലാക്കി തരും ചെയ്യട്ടെ. സന്തോഷം. എല്ലാ നാട്ടുകാർക്കും ഉമ്മ പ്രാർത്ഥിക്കുന്ന, നാട്ടുകാർക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥനയും കൂടിയാണ്, ഒരുപാട് അമ്മമാരുടെ പ്രാർത്ഥനയും കൂടിയാണ് അബ്ദുൾ റഹീമിൻ്റെ വരവ് അല്ലേ? എല്ലാ ജാതിൻ്റെയും നമ്മളെ നാടും പുറം നാടും ഇവിടെ നിന്നൊക്കെയാണ് എൻ്റെ കുട്ടിക്കുള്ള പൈസ എത്തിയത്. ഇവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ കയറ് കൊടുക്കട്ടെ. അവരാൾക്ക് കൊടുക്കാൻ കഴിയില്ല.
അബ്ദുൾ റഹീമിനെ ഉമ്മ എന്താ വിളിച്ചുകൊണ്ടിരുന്നത് കുട്ടിക്കാലത്ത്? റഹീം എന്താണോ മറ്റെന്തെങ്കിലും പേരുണ്ടായിരുന്നോ? ഇല്ല റഹീമന്നെ. റഹീം തന്നെയാ. ഓക്കെ, അപ്പോൾ ഉമ്മ സന്തോഷമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ അബ്ദുൾ റഹീം വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാം. വലിയ സന്തോഷമുള്ള കാര്യം, കേരളം മുഴുവൻ, നമ്മുടെ നാട് മുഴുവൻ അൽഹംദുലില്ലാ ഉമ്മയ്ക്കൊപ്പം ഉണ്ട്. എല്ലാവരും കുട്ടി എത്തിക്കെട്ടെ. എല്ലാവരും ഇതായതുകൊണ്ടും എല്ലാവരും സൗകര്യപ്പെടുന്നുണ്ട്. എൻ്റെ കുട്ടീൻ്റെ കഴിച്ചിലാക്കി തരട്ടെ പെട്ടെന്ന്. സന്തോഷം ഉമ്മ. ഫാത്തിമ ഉമ്മ പറഞ്ഞതുപോലെ അബ്ദുൾ റഹീമിൻ്റെ ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ ആ ബാലൻ്റെ ഉമ്മയോട് അബ്ദുൾ റഹീമിൻ്റെ ഉമ്മ ഫാത്തിമ ഉമ്മ പറയുന്നത്, ഞങ്ങൾക്ക് ദുആ ചെയ്യാനല്ലേ സാധിക്കൂ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. എൻ്റെ കുഞ്ഞിൻ്റെ കൈകൊണ്ടാണല്ലോ ജീവൻ നഷ്ടപ്പെട്ടു പോയത്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഞങ്ങൾ പ്രാർത്ഥിക്കും എന്നാണ് പറയുന്നത്. അവിടെയും ഒരു ഉമ്മ വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അവിടെ ആ ബാലനെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ജീവൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ അബ്ദുൾ റഹീമിനെ മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സ്നേഹം കൊണ്ട് തിരിച്ചെടുക്കുകയാണ്. ഇതൊരു അപൂർവമായ നിമിഷങ്ങളിലൊന്നാണ്. അടുത്ത കാലത്ത് നമ്മൾ ഒരുമിച്ച് നിന്ന നിമിഷങ്ങളിലൊന്നായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള കേരളത്തിൻ്റെ ഒരുമിച്ച് നിന്നുള്ള ഒരു പോരാട്ടവും ഒരുമിച്ച് നിന്നുള്ള ഒരു ശ്രമവും. അത് ഫലം കണ്ടു. ഫാത്തിമ ഉമ്മയെ പോലെയുള്ള ഉമ്മമാർക്ക് ആ കണ്ണീരിൻ്റെ വില അത് നമ്മൾ കൊടുത്തു. 18 വർഷത്തിനു ശേഷം അബ്ദുൾ റഹീം തിരിച്ച് ഫാത്തിമ ഉമ്മയുടെ അടുത്തേക്ക് വരും. അബ്ദുൾ റഹീമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളൊക്കെ ആയിട്ട് ഫാത്തിമ ഉമ്മ കാത്തിരിക്കും. മോനൊന്ന് വരട്ടെ, എന്നിട്ട് അവനെ ഒന്ന് കാണട്ടെ. കണ്ടതിന് ശേഷം അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്ത് വളരെ ഹാപ്പിയായി ഇനി അങ്ങോട്ട് പോകും. വളരെ ഹാപ്പിയായിട്ട് ജീവിക്കും അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം വരുന്നതും കാത്ത് ഞങ്ങൾ ഇരിക്കുന്നു. നമുക്ക് കാണാം അവരുടെ സമാഗമം. അത് പൊതുസമൂഹത്തിന് കാണേണ്ട ഒരു കാഴ്ച കൂടിയുണ്ടല്ലോ, 18 വർഷത്തിനു ശേഷം വരുന്നത്. അവരുടെ സ്വകാര്യത നമ്മൾ ഹനിക്കുന്നില്ല അതല്ലാതെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഫാത്തിമ ഉമ്മയാണ് നമുക്കൊപ്പം ചേർന്നത്.